നമ്മുടെ ആളിലാരെങ്കിലും ഉണ്ടോ അവിടെ? നമുക്ക് മനസ്സിലായില്ല. മനസ്സിലായിക്കോളും. ബാലകൃഷ്ണൻ അടിയന്തരായിട്ട് ആ റേഞ്ച് ഓഫീസർ പോയി കാണണം. എന്തിനാ? എനിക്ക് അയാളെ കാണേണ്ട കാര്യമൊന്നുമില്ല. കാര്യം ഞമ്മക്കുണ്ട്. നിങ്ങൾ തമ്മിൽ ലോകിക്കാരാണെന്ന് ഞമ്മക്കറിയാം. എല്ലാ കഥയും മൂപ്പൻ എന്നോട് പറഞ്ഞു. നിങ്ങളുടെ തറവാട്ടില് അടിയാളന്മാരായി പണിയെടുത്തവരാണ് അങ്ങയുടെ അപ്പം കാരണവന്മാരെന്നും ഒരുപാട് സഹായം ആ വീട്ടുകാര് അയാൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞവൻ നേരായിട്ട് ഇന്ന് പ്രത്യേകം കാണണമെന്നും പറഞ്ഞിരുന്നു. ഇപ്പൊ തന്നെ വെക്കോളി, ഇല്ലെങ്കിൽ എല്ലാം കെട്ടിപ്പെറുക്കി നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും. മൂപ്പരുടെ സഹായമില്ലാണ്ട് പറ്റൂല. ഞാൻ ജീപ്പ് തരാം. വേണ്ട, ഇവിടെ അടുത്തല്ലേ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയണം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, രാവിലെ റോട്ടുമേൽ തുടങ്ങിയതാ. നാളെ അവന്മാർ എവിടെയാ വെച്ച് കിട്ടാന്ന് ആർക്കറിയാം? എല്ലാ കോപ്പിലും ഇത് പതിവാ. മരം വെട്ടാൻ വരുമ്പോ സ്ഥലത്തിനില്ലാത്ത അവകാശവും പറഞ്ഞ് വഴിമുടക്കാൻ ചിലരെത്തും. ചില്ലറ കാശ് കെട്ടാനാ. ഒരു കൊല്ലത്തേക്കല്ലേ ലേലം. കേസിന് പോയാൽ വിധി പറയാൻ വർഷങ്ങളാവും. അവിടെ ശക്തി കൊണ്ടേ ജയിക്കാനും. ഈ തർക്കത്തിനിടയിൽ ഞാൻ അവിടെ വെച്ച് ബാലനോട് സ്നേഹമോ പരിചയമോ കാണിച്ചാൽ അതൊരു ചേരുതിരിവായി മറ്റുള്ളവർ കണക്കാക്കും. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. ബാ. ഇരിക്കൂ. നിങ്ങളുടെ ഭാഗം കഴിഞ്ഞു എന്നറിഞ്ഞു. അമ്മയും ബാലകൃഷ്ണൻ തറവാട്ടിലല്ലേ? അതെ. വേണ്ട. അപ്പോ അമ്മയ്ക്കാരാ കൂട്ട്? ആരുമില്ല. ബാലൻ വേറെ ജോലിക്കൊന്നും ശ്രമിച്ചില്ലേ? ആദ്യത്തെ ശ്രമത്തിൽ ഓർമ്മയുണ്ടല്ലോ, ഇന്റർവ്യൂവിന് നമ്മൾ ഒരുമിച്ചായിരുന്നു. എന്നേക്കാൾ മാർക്ക് കുറവായിട്ടും തനിക്ക് ജോലി കിട്ടി. സവർണനായതുകൊണ്ട് എന്നെ തട്ടിപ്പോയി. സത്യത്തിൽ ഒരു നായരായി ജനിച്ചതിൽ അന്നാണ് എനിക്ക് ദുഃഖം തോന്നിയത്. പിന്നെ ഒരു കാരണം അല്ലെങ്കിൽ മറ്റൊന്നുകൊണ്ട് ഒന്നും തരപ്പെട്ടില്ല. നൗ ഐ ആം ക്വൈറ്റ് ഹാപ്പി വിത്ത് ദിസ് ജോബ്. കഴിക്കൂ. മൂപ്പം പറഞ്ഞ കാര്യത്തിൽ സണ്ണിയുടെ സഹായം വേണം. ഷുവർ. നിങ്ങളുടെ ആവശ്യത്തിന് ഞാൻ ഒരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അയാൾ വേണ്ടത് ചെയ്തു തരും. ജോസ് എന്നാണ് പേര്. ആദിവാസികളുടെ ഇടയിൽ അയാൾക്ക് നല്ല സ്വാധീനമുണ്ട്. എ ഫിയർലെസ് സോഷ്യൽ വർക്കർ. അനക്കൊരു ചെറിയ വയറിളക്കം വന്നാ അങ്ങേര് കിടന്ന് ചാവുമല്ലോ. ബാക്കിയുള്ളതിന് 3 ദിവസം ഇളക്കം തുടങ്ങിയിട്ട് പുള്ളിക്കത് വല്ല അനക്കമുണ്ടോ? വേലയാർക്ക് കൊമ്പും വായില്ലാത്തതുണ്ടോ അന്നെ പോലെ? എന്തിളക്കാന്ന് ആര് കണ്ടു ഭഗവാനെ? നാടനോ കാടനോ ഓളറിയോ എന്താന്ന്? മിസ്റ്റർ, ഒന്ന് ചോദിച്ചോട്ടെ, ഈ ആനയുടെ ആളല്ലേ നിങ്ങൾ? അതെ പാപ്പാൻ. ആ, ഞാൻ കണ്ടു ആനയും തെളിച്ചു വരുന്നത്. ഇന്ന് നിങ്ങളുടെ ജോലിയൊന്നും നടന്നില്ലേ? നാളെയും മുടങ്ങും പണി. ആ രാഘവ പണിക്കരെ പിണക്കി ഇവിടെ ആരും വാഴാൻ നോക്കണ്ട. അയാളൊരു മുഷ്കനാ. അപ്പൊ ഇനി കുഴപ്പമുണ്ടാവോ? സംശയം എന്താ? ഞാനൊന്ന് ഇടപെട്ട് സംസാരിക്കാം മധ്യസ്ഥനായിട്ട്. ഞാൻ മാനേജറെ വിളിക്കാം. വേണ്ട, അതിനുമുമ്പ് എനിക്കല്ല കാര്യങ്ങൾ അറിയാനുണ്ട്. നിങ്ങൾ ആരാ മനസ്സിലായില്ല? കോഷി. കോശിയോ? കോഷി ചെറിയാൻ. ആ, ഈ മലയിൽ നിങ്ങളെ പോലെ തടി വെട്ടാൻ വരുന്നവരുണ്ട്, കക്കാൻ വേറെയും. കച്ചവടത്തിനും ശിക്കാറിനും എത്തും ചിലര്. ശിവന്മാർക്കെല്ലാം ഈ കോശിയുടെ സഹായം വേണ്ടി വരും. വെടിയിറച്ചി ഇഷ്ടമാണോ? മാന്, മുയല്, കുയില്, മയില്. ഈ കാട്ടിൽ മയിലുണ്ടോ? ഇറങ്ങി വന്നാ കാണിച്ചു തരാം. ഈ തണുപ്പത്തിപ്പോ തണുപ്പൊക്കെ നമുക്ക് മാറ്റാം. ഒന്ന് വാസനിച്ച് നോക്കിയേ. ഗുരുവായൂരപ്പ, ഇവനെ തേടി എവിടെയല്ല നടന്നു. കശുമാങ്ങ വാറ്റിയതാ സാധനം. എങ്ങനുണ്ട്? ഒരു കവളിറക്കി നോക്കാതെ എങ്ങനെ പറഞ്ഞു? ഇറക്കാം. തൽക്കാലം തണുപ്പ് മാറ്റാൻ എവനെ ഒന്ന് പിടിച്ചോ. അസൽ കഞ്ചാവാ, ഇവിടെ നട്ടു തനിച്ച് വളർത്തിയതാ. നമ്മുടെ പേര് പറഞ്ഞില്ല. കേളു നായർ. കേളുകാരെന്ന് വിളിക്കും. അമ്മത്താവഴി നോക്കിയാ ഞാനും നായരാ. അപ്പനപ്പൂപ്പന്മാര് മുഴുവൻ നമ്പൂരിമാരായിരുന്നു. തോമസ് ലീഗ കേട്ടിട്ടുണ്ടോ? അടിവാരത്ത് ബ്രാൻഡ് ഷോപ്പ് നടത്തണേ? അത് തോമസ് ആൻഡ് സൺസ്. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പുണ്യാളന്റെ പേരാ, സെന്റ് തോമസ്.
അങ്ങേര് മാമോദിസ മുഖ്യ കുടുംബമാണ് എന്റേത്. ബാക്കി ഈ മലയിൽ കാണുന്ന നസ്രാണികൾ മുഴുവനും പറയരെയും പൊലേരെയും അടക്കം എന്റെ കാരണവന്മാര് മാർഗം ചേർത്തതാ. ഏതാ ഈ പന്തക്കാരി? ഇന്നലെ വഴക്കുണ്ടാക്കാൻ വന്ന പാർട്ടിയാണോ? എന്റെ ഈശോമാരി ഔസേപ്പെ ചതിച്ചോ? ആ രാഘവ പണിക്കരുടെ ഉണ്ടകളാവും. ഇന്ന് വെട്ടും കുത്തും നടക്കുമല്ലോ. എന്റെ കർത്താവ് തമ്പുരാനെ, എന്റെ കൈ വിടുക. ഓടിയാ വെടിവെക്കും. പതിഞ്ഞോ? എന്റെ ഗുരുവായൂരപ്പാ, രക്ഷിക്കണേ ഭഗവാനെ. ആരാ ബാലകൃഷ്ണൻ? ഞാനാ. റേഞ്ചർ സാർ പറഞ്ഞായിരുന്നു ഇവിടുത്തെ പണിക്ക് കുറച്ചുപേരെ തരാൻ. ബാക്കി കാര്യങ്ങൾ നിങ്ങളെ കണ്ട് സംസാരിക്കാനാണ് ഏൽപ്പിച്ചത്. ആ മാനേജരോടെ വിളിക്ക്. കേടുന്നാര് പേടിക്കണ്ട, ഇനി വന്നേ. ഇവന്മാര് ആദിവാസികളാ. അപ്പ സംസാരിക്കുന്നതോ? അത് ജോസ്. ഈ കാടന്മാരുടെ നേതാവായതുകൊണ്ട് ഇവനെ ആദിവാസി ജോസ് എന്നാ വിളിക്കുന്നത്. വല്ലാത്തതാ കുപ്പി. എന്റെ കർത്താവേ, കഞ്ചാവിന്റെ പുറത്ത് ചാരായോ? ദേശത്തെ മുതലാളിമാരുടെ പാടത്തും പറമ്പത്തും രാപ്പകൽ ഉഴച്ചവരായിരുന്നു ഇവർ. അവിടുത്തെ സുഖം കൊണ്ട് പൊറുതി മുട്ടിയാ വിട്ടുപോകുന്നത്. അതുപോലെ നിങ്ങളും ഇവരെ സൂചിപ്പിച്ചേക്കരുത്. ഇല്ല, ചെയ്ത ജോലിക്ക് ഈ മിണ്ടാ പണികൾക്ക് കൂലി കൊടുത്തേക്കണം. ബാലകൃഷ്ണൻ ഏറ്റല്ലോ? ഏറ്റു. ആ മുത്തു, അവ പറഞ്ഞ പോലെ നാളെ കാലത്ത്. ശരി. എന്നെ പിടിച്ച് താഴ്ത്തേ. താനിവിടെ എത്തിയോ? സാരമില്ല, വല്ല തൈരോ മോരോ വില കൊടുക്കും. ലഹരി ഇറങ്ങട്ടെ. കഞ്ചാവാണ്. അവിടെ കിടക്കട്ടെ. കുളിപ്പിച്ചിരുന്ന രണ്ടാമത്തെ കുഴി മണ്ണിലല്ലേ? ഇന്നലത്തെ അമലൊക്കെ മാറിയോ വായരെ? തീറ്റയ്ക്ക് വേണ്ടി കാട്ടിലേക്ക് പോയാ എന്താ ഒരു മടി കയ്യിൽ കൊണ്ട് മേടിച്ചു. ഇവിടെ വാ, ഇവിടെ വാ. കാടാണെങ്കിൽ ഇവിടെ പന കുറവാ. നിങ്ങളുടെ ആനയ്ക്ക് പട്ട കിട്ടാൻ പ്രയാസമാവും. ഇയാള് പറഞ്ഞ എല്ലാ പറ്റുമെന്ന് നോക്കാം. സെൽവി, നിന്റെ കണവനൊന്ന് കൈ കാശ് കിട്ടുന്ന ദിവസമാ. രാത്രി കള്ളു അടിച്ചോണ്ടെന്ന് എന്നോട് പറയണം കേട്ടോ. മുത്തുവിന്റെ പെണ്ണ. ആ എവിടേക്കാ ഇവര് പോകുന്നത്? വിറക് പറക്കാൻ. കെട്ടിന് 10 രൂപ വെച്ച് കിട്ടും. ഫോറസ്റ്റുകാർ എന്താ കുഴപ്പമാ? തടി പൊട്ടിക്കുന്നവരമാര് പിടിക്കില്ല. ചുള്ളിക്കം എടുക്കുന്നില്ല എതിർപ്പ്. ലക്ഷ്മ അട്ട അട്ട ചുണ്ണാമ്പില്ല നിന്റെ അരുത്, പിടിച്ചു വലിക്കാതെ. മാംസം അടക്കം പോരും. കൊതുക് പോലല്ല, അട്ട കടിച്ചാൽ ആളറിയത്തില്ല. വേദനയില്ലല്ലോ. എങ്ങനെയാ ഇതിനെ പിടിക്കുന്നത്? ഒരു തരം ഇലയുണ്ട്, അരച്ചു വെച്ചാൽ പോകും. മുതലാളി ആളയച്ചിട്ട് നീന്താണ് വരാതെ. എനിക്ക് വേറെ വേല ഇருக்கு.
മര്യാദയ്ക്ക് എന്റെ കൂടെ വന്നു. ഇല്ല നിന്നെ ഞാൻ കൊന്നുകളെ. ഒന്നിട്ട് എന്താ കാര്യം റസാക്കി? കാട്ടാനാണെങ്കിൽ കൊമ്പ് കിട്ടും. ഇവന്റെ ഇറച്ചി കഴിക്കുമോ നിങ്ങൾ? നീ പോടാ. മുതലാളിയോട് മുൻകൂർ പണം വാങ്ങിച്ചിട്ട് പുറമെ പണിയാൻ ഞങ്ങൾ വിടില്ല. നടക്കടാ. അങ്ങനെ കൊണ്ടുപോയി ഞാൻ സമ്മതിക്കില്ല. വേണ്ട. താൻ ഈ കുപ്പി പണിക്ക് വന്നതല്ലേ? ഈ കാര്യത്തിൽ ഇടപെടണ്ട. മാറാൻ മാറടാ. കിളിയെ വെടിവെക്കുന്ന തൂക്കം കൊണ്ട് നടക്കുക, ആളുകളെ പേടിപ്പിക്കാൻ അല്ലേ? പോലീസുകാരും ഫോറസ്റ്റുകാരും അങ്ങനെയുള്ള ഭാഗത്തേ നിൽക്കും. ഈ മുത്തുവിന്റെ കല്യാണത്തിന് പണിക്കർ കടം കൊടുത്തതാ 2 പറ നെല്ല് 100 രൂപയും. അതിന് കഴിഞ്ഞ 6 മാസം ഇവർ അങ്ങേർക്ക് എല്ല് മുറിയ പണിയെടുത്ത് കൊടുത്തതാ, 1/4 കാശ് കൂലി വാങ്ങിക്കാതെ. എന്നിട്ടും കടം തീർന്നില്ലെന്ന്. ചൂണ്ടയിട്ട് മീൻ പിടിക്കുമ്പോൾ തിടുക്കത്തിന് വല്ല നക്കാപ്പിച്ച കൊടുത്ത് എറണാട കഴിച്ച് കുരുക്കിടും. ആ പേരിൽ അടിമപ്പണി ചെയ്യിക്കാൻ സർക്കാർ ആദിവാസികൾക്ക് പതിച്ചു കൊടുത്ത ഭൂമി മുഴുവൻ പണിക്കരും കൂട്ടരും കൈയടക്കിയത് ഇതുപോലെ. എന്റെ പെങ്ങളാ അന്നക്കുട്ടി. കപ്പ ഇരിപ്പുണ്ട്, എടുക്കട്ടെ? ഇയാൾ കഴിക്കുവോ? പിന്നെന്താ, കൂപ്പിലെന്നും കപ്പയും കഞ്ഞിയല്ലേ? ബാലകൃഷ്ണന്റെ കഥകളൊക്കെ റേഞ്ചർ സാർ പറഞ്ഞു. എങ്ങനെയാ ഈ കാട്ടിൽ കഴിയുന്നത്? നിങ്ങളൊക്കെ എവിടെയല്ലേ ജീവിക്കുന്നത്? ആ, ഇന്ന് നിങ്ങൾ ഇടപെട്ടതുകൊണ്ട് ഇവൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ കന്നുകാലികളുടെ കൂടെ പണിക്കരുടെ തൊഴുത്തി കിടപ്പായിരിക്കുമ്പോ മുത്തു. അതിനിനിയും അവന്മാർ വരില്ലെന്ന് ഉറപ്പിക്കണ്ട. അന്ന പറഞ്ഞത് നേരെ. വെടികൊണ്ട പന്നിയെപ്പോലെ അവന്മാർ ഇനിയും വന്നേക്കും. ബാലകൃഷ്ണനോടാവും കൂടുതൽ പക. ഇയാൾ സൂക്ഷിക്കണം. പറയുന്ന ആളും കരുതിക്കും. ആ പണിക്കരോട് വഴക്കിട്ടവരാരും ഇതുവരെ നേടിയിട്ടില്ല. അറിയാവില്ല അങ്ങനെ സ്വഭാവം. ആ, താനല്ലടോ മലയുടെ മുഴ മൂപ്പൻ. യശമാ, പുറമണിക്ക് തന്നെ കോളേജിന് പോയില്ലേ ചിലര്? கெஞ்சி கேட்டேன் யசமா, போகக்கூடாது. அதுக்கு மேல எனக்கு என்ன செய்ய முடியும்? എന്നെ തോപ്പിച്ച് നിങ്ങൾ ഈ മലയെ കഴിയുന്ന എനിക്കൊന്ന് കാണണം. யசமா, என் மேல கோபப்படாதுங்க. என் ஜாதிக்கு இப்ப நான் இல்ல. இந்த ஊர்ல ஒரு ஜோசண்ணன் இருக்குல்ல, அவர்தான் பெரியவர். அவர் சொன்னா தான் கேட்கும். കാളിയപ്പം പൊയ്ക്കോ. சரி யசமா. ജോസിനിപ്പം വിഷം കൂടിയിരിക്കുക. ആ കൂപ്പുകാരെ സഹായത്തിന് കിട്ടിയ മൂച്ച അവിടെ പണിയുന്ന ഒരുത്തിന് നമ്മുടെ റസാക്കിനെ തല്ലിയത്. ചാക്കോ കേട്ടില്ലേ? ഉവ്വ്. അപ്പൊ ഇനി പോവില്ലല്ലേ? വണ്ടി കേടാ ഞങ്ങൾ എന്ത് ചെയ്യാന്? ആ കാശ് വാങ്ങിയവരൊക്കെ ഇറങ്ങിക്കേ. ഇത് കുട്ടിയുടെ അല്ലേ? ഓ താങ്ക്സ്. ഇനിയിപ്പോ എന്താ ചെയ്യാ വരപ്പ? അടുത്ത ബസ്സിന് പോവുക തന്നെ. വൈകിട്ട് 4:30 ഉള്ളൂ. പക്ഷെ അവിടെ ചെല്ലുമ്പോ ഇരുട്ടാവും അത്രേ. എന്റെ കുട്ടികാരപ്പാ വലഞ്ഞോ? ഞാൻ നടക്കുക. ഇവിടുന്ന് ഒരു നാഴിക പോയ ജീപ്പ് കിട്ടും. ടാക്സി വരുന്നു. അതാ ഇവിടെ കാത്തിരിക്കുന്നതിലും ഭേദം അല്ലേ വരപ്പാരെ? ആ, ഉവ്വ്. ആ, എന്നാ നടന്നോളൂ. നാളെന്ന് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ താമസിക്കുന്നത് കാട്ടിലല്ലേ? നരിയും പുലിയും ഒക്കെ ഉണ്ടാവും ഞാൻ അവിടെ. എന്റെ മോൻ എങ്ങനെ അവിടെ കഴിയണാവോ? പേടിക്കണ്ട, കോനും കൊല്ലിയും ഈ വക ജന്തുക്കളൊന്നും ഇല്ല. ഓ, ആശ്വാസായി. വേലപ്പായരെ, ആ പെട്ടി വാങ്ങിച്ചോളൂ കയ്യിന്ന്. വേണ്ട, ഈ വളവ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ സ്ഥലമായി. കുട്ടിയെ പരിചയപ്പെട്ടിട്ട് സന്തോഷമായി. സംസാരിക്കാൻ ഒരാളെ കിട്ടിയല്ലോ എനിക്ക്.